നമസ്കാരം. 40 സൈനികരുടെ ജീവനെടുത്ത പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മുകാശ്മീരിലെ വിഘടനവാദി നേതാക്കൾക്കുള്ള സുരക്ഷ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു എന്ന വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. ഹുറിയത്ത് കോൺഫറൻസ് നേതാവ് മിർവായ്സ് ഉമർ ഫാറൂഖ് ഉൾപ്പെടെയുള്ള 5 പേർക്ക് ഏർപ്പെടുത്തിയിരുന്ന സുരക്ഷയാണ് കേന്ദ്രം പിൻവലിച്ചത്. മിർവായ്സ് ഉമർ ഫാറൂഖിന് പുറമെ അബ്ദുൾ ഗനി ഭട്ട്, ബിലാൽ ലോൺ, ഹാഷിം ഖുറേഷി, ഷബീർ ഷാ എന്നിവർക്ക് ഇനി സംസ്ഥാനവും സുരക്ഷ ഒരുക്കില്ല. കേന്ദ്ര ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകുന്നേരത്തോടെ വിഘടനവാദികൾക്ക് നൽകിയിരുന്ന സുരക്ഷയും വാഹനങ്ങളും തിരിച്ചെടുക്കും. ഇവ കൂടാതെ മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ സർക്കാർ നൽകിയിട്ടുണ്ടെങ്കിൽ അതും ഉടനടി പിൻവലിക്കാനാണ് കേന്ദ്രം ഉത്തരവിട്ടിരിക്കുന്നത്. പാക് ചാരസംഘടനയായ IS നിന്ന് ഫണ്ട് വാങ്ങുന്ന കശ്മീരിലെ ചില നേതാക്കളുടെ സുരക്ഷയിൽ പുനരാലോചന നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഘടനവാദി നേതാക്കളുടെ സുരക്ഷ പിൻവലിച്ചിരിക്കുന്നത്. ഇവരെ കണ്ടെത്തി ഒറ്റപ്പെടുത്തണം. തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യുമെന്നായിരുന്നു രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന. അതേസമയം കശ്മീരിലെ പുൽവാമയിൽ 40 ഇന്ത്യൻ ജവാന്മാരുടെ വീരമൃത്യുവിന് ഇടയാക്കിയ ഭീകരാക്രമണം പാകിസ്ഥാൻ സഹായത്തോടെ നടന്നതിന് പിന്നാലെ അവർക്കെതിരെ തുടർച്ചയായ 3-ാം ദിവസവും നിർണായക നയതന്ത്ര നീക്കമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാനെ സൗഹൃദ രാഷ്ട്ര പട്ടികയിൽ നിന്ന് വെള്ളിയാഴ്ച ഒഴിവാക്കിയ ഇന്ത്യ ശനിയാഴ്ച പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് 200% ഇറക്കുമതി ചുങ്കവും ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി തന്നെ നേരിട്ട് പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാടെടുത്ത ഇറാനിലെത്തി അവിടുത്തെ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയും നടത്തിയിരിക്കുകയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി അവർ നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെ മേഖലയിലെ തീവ്രവാദ ശക്തികളെ തുടച്ചു നീക്കാൻ ഇന്ത്യയും ഇറാനും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന പ്രഖ്യാപനവും ഇറാനിൽ നിന്ന് ഉണ്ടായിരിക്കുകയാണ്. ബുധനാഴ്ച തെക്കുകിഴക്കൻ ഇറാനിലുണ്ടായ ചവേർ ആക്രമണത്തിൽ ഇറാൻ സൈന്യത്തിന്റെ ഭാഗമായ റവല്യൂഷണറി ഗാർഡിലെ 27 ഭടന്മാർ കൊല്ലപ്പെട്ടിരുന്നു. ചവേർ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്രവാദി സംഘടനകളാണെന്നും ഭീകരരെ തുണയ്ക്കുന്ന നിലപാട് പാകിസ്ഥാൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇതിന് കനത്ത വില നൽകേണ്ടി വരുമെന്നും ഇറാൻ തുറന്നടിച്ചിരുന്നു. പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനെതിരെ നിലപാട് കടുപ്പിച്ചപ്പോഴാണ് സമാനമായ അവസ്ഥയിൽ ഇറാനും പാകിസ്ഥാനും മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. ഇതിന് പിന്നാലെയാണ് തീർത്തും അപ്രതീക്ഷിതമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഇറാനിലെത്തിയിരിക്കുന്നത്. സുഷമയെ സ്വാഗതം ചെയ്ത ഇറാൻ വിദേശകാര്യ സഹമന്ത്രി സഹിദ് അബ്ബാസ് അർഗാച്ചി ഇന്ത്യയും ഇറാനും തീവ്രവാദത്തിന്റെ ഇരകളാണെന്ന് ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ട്. മേഖലയിലെ തീവ്രവാദ ശക്തികളെ തുടച്ചു നീക്കാൻ ഇരു രാജ്യങ്ങളും ഒത്തുചേർന്ന് പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച അർഗാച്ചി ഇത്തരം സംഭവങ്ങൾ ഇനി വച്ചുപൊറുപ്പിക്കില്ലെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ CRPF ജവാന്മാർക്ക് നേരെയുണ്ടായ കശ്മീരിലെ പുൽവാമയിലുണ്ടായ ആക്രമണത്തിന് സമാനം തന്നെയായിരുന്നു ഇറാൻ സൈന്യത്തിന് നേരെ ബുധനാഴ്ച നടന്ന ആക്രമണവും. ഗാർഡുകൾ സഞ്ചരിച്ച ബസ്സിന് നേരെയായിരുന്നു ചാവേർ ആക്രമണം നടന്നത്. വിശിഷ്ട സേനാ വിഭാഗമായ വിപ്ലവ ഗാർഡുകൾ പരമോന്നത നേതാവ് അയത്തുൽ അലി ഖൊമേനിയുടെ നിയന്ത്രണത്തിലുള്ള സേനയായിരുന്നു. എന്തായാലും അമേരിക്ക ശത്രു രാഷ്ട്രമായി കാണുന്ന ഇറാനോട് ഇന്ത്യ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ കൈകോർക്കാൻ തീരുമാനിച്ചത് ലോകരാഷ്ട്രങ്ങളും വലിയ കൗതുകത്തോടെയും അമ്പരപ്പോടെയുമാണ് നോക്കിക്കാണുന്നത്. ചാവേറുകളെ തുണയ്ക്കുന്ന പാകിസ്ഥാൻ കനത്ത വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ ശനിയാഴ്ചയായിരുന്നു രംഗത്തെത്തിയത്. അതിർത്തിക്കടുത്ത് 27 റവല്യൂഷണറി ഗാർഡുകളെ ഭീകരർ വകവരുത്തിയതാണ് ഇറാന്റെ പ്രകോപനത്തിന് കാരണമായി തീർന്നത്. ഇറാന്റെ പ്രാദേശിക എതിരാളികളായ സൗദി അറേബ്യയ്ക്കും UAEക്കും ഈ മുന്നറിയിപ്പുണ്ട്. ഇറാൻ സേനയെ ആക്രമിക്കുന്ന ഭീകര സംഘങ്ങളെ ഈ രാഷ്ട്രങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നാണ് ആരോപണം. ഇത് തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും റവല്യൂഷണറി ഗാർഡ്സ് മേധാവി മേജർ ജനറൽ മുഹമ്മദ് അലി ജാഫറി പറഞ്ഞു. ബുധനാഴ്ച നടന്ന ചവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട റവല്യൂഷണറി ഗാർഡുകളുടെ സംസ്കാര ചടങ്ങിനിടെയായിരുന്നു കമാൻഡർ മേജർ മുഹമ്മദ് അലി ജാഫറിയുടെ പ്രസ്താവന. എന്നാൽ 3 രാഷ്ട്രങ്ങളും ഇറാന്റെ ആരോപണം തള്ളിയിരുന്നു. എന്തുകൊണ്ടാണ് പാക് സൈന്യവും സുരക്ഷാ സേനയും ഈ വിപ്ലവ വിരുദ്ധ ഗ്രൂപ്പുകൾക്ക് താവളം ഒരുക്കുന്നത്? ഒരു സംശയവും വേണ്ട, പാകിസ്ഥാന് ഇരട്ടി വില നൽകേണ്ടി വരും എന്നായിരുന്നു ജാഫറി പറഞ്ഞത്. സുന്നി മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട തീവ്രവാദികളാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡുകളുടെ ഉറക്കം കെടുത്തുന്നത്. കഴിഞ്ഞ 1 വർഷത്തിനിടയ്ക്ക് 6-7 ചാവേർ ആക്രമണങ്ങളാണ് ഇവർക്ക് തടയാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ ദൗർഭാഗ്യമെന്നോണം ബുധനാഴ്ച ഒരു ആക്രമണം നടക്കുകയായിരുന്നു. വംശീയ ന്യൂനപക്ഷമായ ബലൂച്ചികൾക്ക് വേണ്ടി പോരാടുന്ന സുന്നി ഗ്രൂപ്പായ ജയ്ഷ് അൽ അജൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. എന്തായാലും ഇന്ത്യക്കൊപ്പം കൈകോർത്ത് പാകിസ്ഥാനെതിരെ നീങ്ങാനുള്ള ഇറാന്റെ തീരുമാനവും വലിയൊരു മുതൽക്കൂട്ടാണ് ഇന്ത്യക്ക് സമ്മാനിക്കുന്നത്.